ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗിൽ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. സ്പെഷ്യൽ സംഭവം മീൻസ് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചെടുക്കാൻ പോവാട്ടോ. 7 വർഷമായിട്ട് ഞാൻ ഡ്രീം ചെയ്ത സംഭവം കേട്ടോ. അപ്പോൾ അതിന്ന് നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ചേട്ടൻ്റെ ഷിപ്പ് കൊച്ചിയിൽ വരുന്നുണ്ട്. കൊച്ചിയിലെ പോർട്ടിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഷിപ്പിൽ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ്. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട് കേട്ടോ. ഞാൻ, അമ്മ, രവി ചേച്ചി, ആവണി ചേച്ചി, ആശിഷേട്ടൻ, പിന്നെ രവി ചേച്ചി അമ്മ, അങ്ങനെ ഞങ്ങൾ 6 പേരായിട്ടാണ് പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആട്ടോ. അങ്ങനെ ഫൈനലി ഇതിൽ കയറാൻ പോവാണ് കേട്ടോ. എന്താവുമെന്ന് അറിഞ്ഞോളാം. അപ്പോൾ നമുക്ക് 11 മണിക്ക് അവിടെ എത്തണം. 10:30 വന്നാൽ പോർട്ടിൽ ഷിപ്പ് വന്നത്, ക്രൂസ് ഷിപ്പ് വന്നത് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ റെഡിയാവാൻ പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഓക്കെ, കമോൺ. 10:00 ഇറങ്ങാൻ നിന്ന് ഞങ്ങൾ റെഡിയായി 11:30 ആയിട്ടോ ഇറങ്ങിയപ്പോഴത്തേക്കും. ഞാനാണെങ്കിൽ ബാംഗ്ലൂർ ഇടയ്ക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം. അപ്പോൾ വാങ്ങിച്ച ഒരു ടോപ്പാട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ ഞങ്ങൾ വെല്ലിംഗ്ടണിലെത്തി. അവിടെ വെച്ച് വിഷ്ണുചേട്ടനെ മീറ്റ് ചെയ്ത് കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സെക്യൂരിറ്റി ചെക്സും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ കാർഡ് തന്നിട്ടോ. നമ്മുടെ പാസ്പോർട്ട് അവിടെ പിടിച്ചു വെച്ചിട്ടാണ് നമുക്ക് ഈ കാർഡ് തരുന്നത്. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ചേട്ടൻ്റെ ഓഫീസ് റൂമൊക്കെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ബാറിലേക്കാണ്. ബാറാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ. നല്ല ഡാർക്ക് തീമൊക്കെ ഉള്ള എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി ബാർ കേട്ടോ. കണ്ടാൽ ശരിക്കും 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോലെയാണ് ഈ ഷിപ്പ് ഇരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിച്ചൺ കാണിച്ചത് കേട്ടോ. കിച്ചണിലാണ് പലതരം ഡിഷസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മെയിൻ ഷെഫ് അമ്മക്കും ചേച്ചിയുടെ അമ്മക്കും ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ഷിപ്പിൽ ഇതൊക്കെ ചോക്ലേറ്റ് വെച്ചുണ്ടാക്കിയാണ്. പിന്നെ ഏറ്റവും എടുത്തു വരേണ്ട ഒരു കാര്യം അവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം കേട്ടോ. എല്ലാവരും നല്ല കൈൻഡും ഫ്രണ്ട്ലിയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരായാലും നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടാ, നമ്മളെന്ന് നേർത്തെറിയുന്ന ആൾക്കാരെ പോലെ എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഷിപ്പിൻ്റെ ഉള്ളത് ഇങ്ങനെ ഒരു വേൾഡ് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ കടൽ ഷിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ വ്യൂവും അടിപൊളിയായിരുന്നു കേട്ടോ. സൺസെറ്റിൻ്റെ ടൈം നിങ്ങൾ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു മാള് പോലെയാണെന്ന്. ഓരോ നിലകൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. പറ്റുന്ന അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതാണ് തിയേറ്റർ. ഞാൻ അവിടെ നിന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഓരോ നിലകളൊക്കെ കയറി കുറേയൊക്കെ കണ്ടിട്ടു. പിന്നെ കുറച്ചൊന്നും വീഡിയോസൊന്നും എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ റൂഫ് ടോപ്പിലെത്തി. അവിടെയാണ് ഈ കഫറ്റേരിയ ഉള്ളത്. അവിടെ കുറേ ഡിഷസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിൽഡ് ലെമൺ സോഡയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ പാസ്ത മതി എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പാസ്തയുടെ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വേറെ നല്ല പാസ്തകൾ ഉണ്ടായിട്ട് ഞാൻ പെസ്റ്റ് പാസ്ത കേട്ടോ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. അതിനാണെങ്കിൽ പച്ചച്ചെടിയുടെ ചൊവ്വയായിരുന്നു. എന്തായാലും അത് ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ വേറെ നല്ല ഡിഷസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ട്യൂണ സ്റ്റീക്ക് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഞാൻ ഇട്ട ഡ്രസ്സ് റെഡ് കളറിൽ. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടനെയും ചേച്ചിയുടെയും കുറേ ഫോട്ടോഷൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. രണ്ടുപേരും കുറേ മന്ത്സിന് ശേഷം കണ്ടുകൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഈ റൂഫ് ടോപ്പിൽ പോയി കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി. അവിടെ താഴേക്ക് നോക്കിയപ്പോൾ ജെല്ലി ഫിഷിനെയൊക്കെ കണ്ടിട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ കാസിനോയൊക്കെ കണ്ടു. അവിടെ ആണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇറങ്ങാൻ സമയമായി. അങ്ങനെ ഞങ്ങൾ ഷിപ്പിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാണ്. സെയിം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറത്തിറങ്ങി ചേട്ടനൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങൾ പോയി. ചേട്ടനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ചേട്ടൻ തിരിച്ച് ഷിപ്പിലോട്ട് കയറാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.